കുറച്ച് കടലിൽ കുറെ എത്തിയപ്പോൾ കാറ്റും കോളും കാരണം അവർക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. ജീവൻ വരെ അപകടത്തിൽ വരാൻ അവസ്ഥ. ഈ അടുത്ത ആൻഡമാനില് വലിയൊരു ഓയിൽ നിക്ഷേപം കണ്ടുപിടിച്ചു. അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് അതിനുവേണ്ടി അത്രയോ കോടിക്കണക്കിന് പണങ്ങൾ അവർ ചെലവാക്കുന്നുണ്ട്. വിജയിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ വിജയിച്ചു. ഭാരതത്തിനെ തകർക്കാൻ എല്ലാവിധ ശ്രമങ്ങളും പലരും ചെയ്യും. ഭഗവാൻ നമ്മളെ കൂടെ ഒരു ഡ്യൂട്ടി ചെയ്യിക്കുമ്പോൾ അതിലൊരു 10 തരം അപ്പുറത്ത് നടക്കണ്ടാവും. ഈ ഒരു കാര്യം കണ്ടുപിടിക്കുന്ന രണ്ടാമത്തെ രാജ്യമായി നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരെ വധിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ ഓയിൽ വെച്ച് പലരും കളിക്കുമ്പോൾ നാളെ ഞങ്ങൾ ചില കാര്യങ്ങളെ കുറിച്ച് കളിക്കാൻ പോവാം. യാഗത്തിൻ്റെ പരിണിത ഫലം അല്ലെങ്കിൽ അതിൻ്റെ ഗുണഫലം എന്ന് പറയാവുന്ന രീതിയിൽ ലോകത്തിൻ്റെ പല ശക്തി കേന്ദ്രങ്ങൾ, എക്സ്പെഷ്യലി നമ്മുടെ ഭാരതം, അതിലുണ്ടാവുന്ന മാറ്റങ്ങളെ പറ്റിയിട്ട് എന്താണ് ജീവദർശനങ്ങളിലൂടെ പറയാനുള്ളത്? നമ്മൾ മൊത്തം ഭഗവാൻ 6 യാഗങ്ങളാണ് ചെയ്യണം എന്നാണ് എനിക്ക് ഡ്യൂട്ടി തന്നിട്ടുള്ളത്. പഞ്ചഭൂതങ്ങൾ 5ഉം 6ാമത് കാലം. അപ്പോൾ 4 യാഗങ്ങൾ നമ്മൾ ചെയ്തു. വ്യവസായിച്ച് അതിൻ്റെ റിസൾട്ടുകളൊക്കെ കിട്ടുകൊണ്ടിരിക്കും. 6ാമത്തെ യാഗത്തിലേക്ക് കിടക്കുന്നത് അഗ്നിയാഗമാണ്, മഹാഅഗ്നിയാഗം. പക്ഷേ ഈ ബാക്കിയുള്ള 4 ആ യാഗം മാത്രമേ ചെയ്യിച്ചിട്ടുള്ളൂ. പക്ഷെ മഹാഅഗ്നിയാഗത്തിലേക്ക് എത്തിയപ്പോൾ അതിനു മുമ്പ് 6 അഗ്നിഹോമങ്ങൾ ഇന്ത്യയുടെ ഭാരതത്തിലെ പല ഭാഗങ്ങളും നടത്തിയിട്ടാണ് അഗ്നിയാഗത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് അത്രയും പ്രധാനപ്പെട്ടതാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭാരതീയത്തിൻ്റെ ചരിത്രത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ വീണ്ടും പറഞ്ഞു, ഭാരതത്തിൻ്റെ ചരിത്രത്തിന് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത്രയും തയ്യാറെടുപ്പുകൾ കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ഡിസംബറിലാണ് നമ്മൾ, ഈ ഡിസംബറില്ല, അതിന് മുമ്പത്തെ 2021 2024 ഡിസംബറിലാണ് ആദ്യത്തെ അഗ്നി ഹോമം നടത്തുന്നത്. അതിനുശേഷം മെയ് 1 വീണ്ടും അഗ്നിഹോമം നടത്തി. ആ സമയത്താണ് ഓപ്പറേഷൻ സിന്ദൂർ, അത് സേനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണു എന്ന് പറഞ്ഞ് നടത്തുമ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യങ്ങളൊക്കെ വന്നത്. അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്തൊരു കൊല്ലം ഭാരതത്തിന് വളരെ വളരെ പ്രധാനപ്പെട്ട സമയമാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. എല്ലാവിധ ഭാരതത്തിനെ തകർക്കാൻ എല്ലാവിധ ശ്രമങ്ങളും പലരും ചെയ്യും. അയൽ രാജ്യങ്ങളിൽ കലാപങ്ങൾ ഉണ്ടാക്കാം, നമ്മുടെ രാജ്യത്തെ ആ കലാപം കൊണ്ടുവരാൻ ശ്രമിക്കും. നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരെ വധിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവാം, സാമ്പത്തികമായിട്ട് തകർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവാം. ഇതിനെയൊക്കെ മുരുകന്റെ അനുഗ്രഹത്താൽ നമ്മൾ അതിജീവിക്കും. എന്നിട്ട് മെയ് 1 അഗ്നിയാഗത്തോടു കൂടി ഭാരതം പവർഫുൾ ആവും. അന്നേ ഒരു കൊല്ലം മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നടന്ന കാര്യങ്ങൾ നോക്കിയേ, നേപ്പാളിൽ കലാപം ഉണ്ടാവണോ, ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാവണോ, അതിൻ്റെ ലഡാക്കിലേക്ക് അവിടുന്ന് മെല്ലെ കൊണ്ടുവരാൻ ശ്രമം ഉണ്ടാവണു, സാമ്പത്തികമായിട്ട് തകർക്കാൻ വേണ്ടി താരിഫ് നിരക്ക് വരുന്നു, അധിക താരിഫ് വരുന്നു. ഇങ്ങനത്തെ ഒരുപാട്, മോദിജിയെ വധിക്കാൻ വേണ്ടി ചൈനയിൽ പോയപ്പോ ഇതിന്റെ റഷ്യൻ പ്രസിഡന്റ് കാറില് ആകും. അത് മാത്രമല്ല, ഈ അടുത്ത് മണിപ്പൂരിൽ നിന്ന് അമേരിക്കൻ ചാരനെയും യുക്രൈൻ 4 ചാരന്മാരെയും അറസ്റ്റ് ചെയ്തു. അപ്പൊ തുടർച്ചയായി ഈ ശ്രമങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ഭാരതം മുരുകന്റെ അനുഗ്രഹത്താൽ ഇതിലേക്ക് അതിജീവിച്ചു. താരിഫ് നിരക്ക് വെച്ചാലും നമ്മൾ 8.2% GDP നിരക്ക് രേഖപ്പെടുത്തി. നമ്മൾ ഒരു ഇതുമില്ലാതെ ബാധിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഈ പോയിക്കൊണ്ടേയിരിക്കുന്ന സമയത്താണ് ഇനി വരുന്നത് മെയ് 1 അഗ്നിയാഗം വരുന്നത്. അതിനു മുമ്പ് നമ്മൾ വീണ്ടും 4 കാര്യങ്ങൾ ചെയ്തു. മുരുകന്റെ കമാൻഡർ ഇൻ ചീഫായ, കാരണം അഗ്നിയാഗം എന്ന് പറഞ്ഞാൽ ഭഗവാൻ സേനാനായകനായിട്ട് നിൽക്കുന്ന സമയമാണ്. ആ പൂജയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യണത് സിക്കിമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാരതത്തിന് ആത്മാവിന്റെ അഗ്നി എരിയുന്ന സ്ഥലമാണ് കാഞ്ചൻജംഗ. യതികളാണ് കാവലിലേക്കാണ്. ഭാരതം കണ്ട ഏറ്റവും വലിയ മഹാനായ നേതാജി സുഭാഷ് ചന്ദ്രബോസായിട്ട് വളരെയധികം ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് അത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ചോളന്മാരുടെ രാജാവായ രാജേന്ദ്ര ചോളൻ യാത്ര ചെയ്ത് പോയ സ്ഥലമാണത്, ചോള പാസ് എന്ന പേരിൽ. അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. മെയ് 1 നമ്മുടെ എല്ലന്മാർക്കയുടെ 9ാം വാർഷികം കൂടിയാണ്. അപ്പോൾ ഈ കാര്യത്തിന് മുമ്പ് ഒരു കാര്യം കൂടി നടന്നു. മുരുകന്റെ കമാൻഡർ ഇൻ ചീഫായ വീരബാഹുവിനെ ഒരു പൂജ പഴനിയിൽ വെച്ച് നടത്തി. അദ്ദേഹത്തിന് നവവീരർക്കും. എന്നിട്ട് ആ തീർത്ഥം ഭഗവാന്റെ ഡയറക്ഷനിൽ ഭാരതത്തിലെ 4 കടലിൽ സമർപ്പിക്കാൻ പറഞ്ഞു. കാരണം ഭാരതത്തിലെ കടൽ തീരം ശക്താകാനും വീരബാഹുവിന്റെ അനുഗ്രഹം പവർ വരാൻ വേണ്ടിയിട്ട്. ഒന്ന് ദ്വാരകയിലായിരുന്നു. ദ്വാരകയിൽ പോയി സമർപ്പിച്ചു. ദ്വാരക നമുക്കറിയാം ഭാരതത്തിന് ഇപ്പുറത്തെ സൈഡിലാണ്, കടലാണ്.
കടലടിയിൽ ഒരുപാട് രഹസ്യങ്ങളുള്ള ഒരു സ്ഥലം ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം. സ്ഥലമാണ്. അവിടെ പോയി നമ്മുടെ ഭാസ്കറും ജനാർദ്ദനും നമ്മുടെ തമിഴ്നാട്ടിലുള്ള എല്ലമാർക്കയുടെ ഗ്രൗണ്ട് ഫോഴ്സ് ടീമിന്റെ രണ്ടുപേരാണ് പ്രധാനപ്പെട്ട ആൾക്കാർ. അവർ പോയിട്ട് സമർപ്പിച്ചു. രണ്ടാമത് തിരുച്ചെന്തൂർ കടലാണ്. ഭഗവാന്റെ ദേവസേനാപതിയായിട്ടുള്ള തിരുച്ചെന്തൂർ കടലിനെ കുറിച്ച് നമുക്ക് ഒന്ന് രണ്ട് ഒരു കഥകളും കൂടി ഉണ്ട്. ആ കടൽ എന്ന പവറാണ് അവിടെ. അമ്പലത്തിനൊപ്പം തന്നെ കടലും ഭയങ്കര പഞ്ചഭൂതങ്ങളുടെ സ്ഥലമാണ്. ഒരിക്കൽ ഡച്ചുകാര് ഈ അമ്പലത്തിൽ നിന്ന് അവിടെ ആക്രമിച്ച് ഈ അമ്പലത്തിന്റെ വിഗ്രഹം എടുത്തുകൊണ്ട് കൊണ്ടുപോയി. പക്ഷെ കടലിൽ കുറെ എത്തിയപ്പോൾ കാറ്റും കോളും കാരണം അവർക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. അവർ ജീവൻ വരെ അപകടത്തിൽ വരാൻ അവസ്ഥയെ പേടിച്ച് വിഗ്രഹം കടലിലിട്ടു. അവരിന്നിട്ട് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരാൾക്ക് സ്വപ്നം കണ്ടു കടലിൽ നിന്ന സ്ഥലത്ത് ഒരു പരുന്ത് പറക്കും, അതിനൊക്കെ ഒരു നാരങ്ങ അങ്ങനെ ഉണ്ടാവും അടയാളമായിട്ട്, അതിന്റെ താഴെ വിഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞ് മുക്കോമാരടക്കം രാജാവ് പോയിട്ട് കടലിന്റെ അടിയിൽ നിന്ന് വിഗ്രഹം കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അതാണ് ഈ മുമ്പ് ആ ജീവൻ വരെ അപകടത്തിൽ വരാൻ അവസ്ഥയെ പേടിച്ച് വിഗ്രഹം കടലിലിട്ടു. അവരിന്നിട്ട് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരാൾക്ക് സ്വപ്നം കണ്ടു കടലിൽ നിന്ന സ്ഥലത്ത് ഒരു പരുന്ത് പറക്കും, അതിനൊക്കെ ഒരു നാരങ്ങ അങ്ങനെ ഉണ്ടാവും അടയാളമായിട്ട്, അതിന്റെ താഴെ വിഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞ് മുക്കോമാരടക്കം രാജാവ് പോയിട്ട് കടലിന്റെ അടിയിൽ നിന്ന് വിഗ്രഹം കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. മൂലം കടലിറങ്ങിപ്പോയി സുനാമിക്ക്. പക്ഷെ ബാക്കിയുള്ള സ്ഥലത്ത് പിന്നെ ശക്തമായി അടിച്ചിട്ട് എല്ലാ നാശനഷ്ടങ്ങളുണ്ടാവുമ്പോ ഒരു തിര പോലും അമ്പലത്തിലേക്ക് വന്നില്ല. അത്രയും പവർഫുൾ ഒരു സ്ഥലമാണ് ആ തിരുച്ചെന്തൂര്. നമ്മുടെ എല്ലാമാർക്കും പ്രധാന ആൾക്കാരായ അനൂപ്, രാജേഷ്, മഹേഷ് ഡോക്ടർ, ഗോകുല്, രൂപേഷ് ഒക്കെ പോയിട്ട്, അനൂപ് 2 അനൂപമാരുണ്ട് ട്രഷറി സെക്രട്ടറി, അവരൊക്കെ പോയിട്ട് സമർപ്പിച്ചു. പിന്നെ അടുത്തത് ആൻഡമാനാണ്. അവിടേക്ക് ഞാൻ പോയത്. ആൻഡമാനിൽ നമുക്ക് 2-3 പ്രത്യേകത. എന്റെ ബർത്ത്ഡേക്ക് എപ്പോഴും യാത്രകളുണ്ടാവും. കഴിഞ്ഞ കൊല്ലം അരുണാചൽ പ്രദേശ്, ഇന്ത്യ ചൈന ബോർഡർ ആയിരുന്നു. ഒരു വട്ടം സ്പിറ്റി വാലി, ഹിമാചൽ പ്രദേശ്, അങ്ങനെ പർവ്വതങ്ങളിലേക്കുള്ള ഒരു വട്ടം മംഗോളിയയിലായിരുന്നു, ഗോബി ഡെസർട്ടിലായിരുന്നു. എപ്പോഴും ബർത്ത്ഡേ അന്ന് ഭഗവാന്റെ ഡ്യൂട്ടിക്കും പിറന്നാൾ ദിവസം വീട്ടുകാരനൊപ്പം. അതാണ് എൻ്റെ ഒരു കുറെ കാലമായിട്ട് അതാണ് രീതി. അപ്പോ ആൻഡമാന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ എന്നായിരുന്നു പേര്. ഇത് മാറ്റി വിജയനഗരാണ്. എന്തുകൊണ്ട് വെച്ചാൽ ചോളന്മാരുടെ ബഹുമാനാർത്ഥാണ് കൊടുത്തിരിക്കുന്നത്. ചോളന്മാരെ അവിടെയും കീഴടക്കിയിട്ടുണ്ട്. ഈ അടുത്ത ആൻഡമാനില് വലിയൊരു ഓയിൽ നിക്ഷേപം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് ആവശ്യമില്ല, അവിടെ കിട്ടും എന്ന് നമ്മുടെ ഊർജ്ജമന്ത്രി തന്നെ ഡിക്ലെയർ ചെയ്തതാണ്. ആ സ്ഥലത്ത് പോയിട്ട് നമ്മള് അത് മാത്രല്ല, അതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ആൻഡമാന് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് ജപ്പാനിൽ വന്ന്, ബർമയിൽ വന്ന് ഇന്ത്യയുടെ കൊടി സ്ഥാപിച്ച് ഭാരതം സ്വതന്ത്രമായി ഡിക്ലെയർ ചെയ്ത സ്ഥലമാണ് ആൻഡമാൻ. അതിപ്പോഴും ആ കൊടി അവിടെ അദ്ദേഹത്തിന് പ്രതിമ വെച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സിക്കിമിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അവിടെ വിജയനഗരം ആ സ്ഥലത്താണ് ഇത് ഉള്ളത്. അപ്പൊ ഞാൻ അവിടെ പോയി ആ കടലില് ഇത് ചെയ്തു. മാർച്ച് 29 എൻ്റെ പിറന്നാൾ. അത് ഞാൻ ചെന്നൈയിൽ വന്നു. ചെന്നൈയിൽ വന്ന് ഏപ്രിൽ 1 വൈകിട്ട് അവസാനം മഹാബലിപുരത്തായിരുന്നു. ഭഗവാൻ പറഞ്ഞ 4ാമത്തെ സ്ഥലം. ഈ മഹാബലിപുരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഹാബലിപുരം വളരെ പഴയ ക്ഷേത്രങ്ങൾ ഉള്ള ഒരു സ്ഥലം. നിർമ്മിതികളുണ്ട്. ചൈനീസ് സന്യാസി ഫാഹിയാനൊക്കെ സഞ്ചരിച്ച് വന്നിട്ട് സ്ഥലമാണ്. ചൈനീസ് വാലികളൊക്കെ അമ്പലത്തിൽ കാണാം. വേറൊരു കാര്യം കൂടി ആലോചിച്ചറിയാം. 2019 ചൈനീസ് പ്രസിഡന്റ് വന്നപ്പോ മോദിജി ഡൽഹിയിൽ വെച്ചല്ല കണ്ടത്, മഹാബലിപുരം. ആ സ്ഥലം അദ്ദേഹം തെരഞ്ഞെടുക്കണതിന് അതിന്റെ കാരണം ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക്, ആ മഹാബലിപുരത്തേക്കാണ് നമ്മൾ ചെല്ലണത്. ഏപ്രിൽ 1 പോയി, 2 കാലത്ത് പോയി. ഞങ്ങൾ കടൽ ഭയങ്കര തിരയാ. കടലിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ ഭാസ്കർ അകലേക്ക് കടലപ്പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. ഭാസ്കർ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, ശ്യാംവേൽ ഉണ്ടായിരുന്നു, അത് തമിഴ്നാട്ടിൽ. പിന്നെ ചെന്നൈയിൽ ഒരു 5-10 പേര് വേറെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാ പോയത് മഹാബലിപുരത്തേക്ക്, ചെന്നൈയിൽ നിന്ന് വന്നിട്ട്. അപ്പോൾ ഭാസ്കറിന് ആ ഒരു ബിൽഡിങ്ങിലേക്ക് ചൂണ്ടിക്കാണിച്ചു. കടലപ്പുറം നമുക്ക് കാണാം. ഒരു 2-3 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ കടലിൽ കൂടെ പോവുകയാണെങ്കിൽ. ആ ബിൽഡിങ്ങിനും നമ്മൾ ഈ വന്ന് ഭഗവാന്റെ ഡ്യൂട്ടി നിർവഹിക്കണതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ ചോദിച്ചു. ഞാൻ നോക്കിയിട്ട് പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അല്ല അജി, നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ ഊർജ്ജമായിട്ട് ബന്ധപ്പെട്ടതാ, പല രീതിയിൽ നമ്മുടെ ഡ്യൂട്ടികൾ.
ആ ബിൽഡിങ്ങിൽ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്, ആ ബിൽഡിങ്ങിൻ്റെ അടുത്ത് വന്ന് നമ്മൾ ഈ ഭഗവാനെ ഒഴിച്ചപ്പോൾ ഇത് തീർത്ഥം ഒഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഭഗവാൻ നമ്മളെ കൂടെ ഒരു ഡ്യൂട്ടി ചെയ്യിക്കുമ്പോൾ അതിലൊരു 10 സാരം അപ്പുറത്ത് നടക്കണ്ടാവും. അപ്പോൾ ചിലത് നമുക്ക് മുമ്പ് അറിയാം, ചിലത് മുമ്പ് അറിയില്ല. അറിയാത്ത കാര്യം അറിയില്ല എന്നല്ല പറയാൻ പറ്റും, എന്തെങ്കിലും ഉണ്ടാവാം, അറിയില്ല. ഞാൻ ഇത് നടക്കുന്നത് ഏപ്രിൽ 1-ാം തീയതി വൈകിട്ട് 2-ാം തീയതി കാലത്താണ്. 4 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ഏപ്രിൽ 6-ാം തീയതി ഒരു ന്യൂസ് ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് ലോകത്തിലേക്ക് കൊടുത്തു. ആ ബിൽഡിംഗ് എന്താ പറയാ, കൽപ്പാകം ആണവ റിയാക്ടർ ആയിരുന്നു. ഏപ്രിൽ 6-ാം തീയതി വൈകിട്ട് 8:25 ഒരു ന്യൂസ് അതിന്ന് ലോകത്തിലേക്ക് പോയി. ലോകത്ത് റഷ്യ കഴിഞ്ഞാൽ ഈ ഒരു കാര്യം കണ്ടുപിടിക്കുന്ന 2ാമത്തെ രാജ്യമായി. അത് ഫാസ്റ്റ് ബ്രീഡിംഗ് റിയാക്ടർ എന്നുള്ള ഒരു വലിയൊരു കാര്യം, ഊർജ രംഗത്ത് ഇനിയൊരു വലിയൊരു വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്ന വലിയൊരു ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഭാരതം സ്വന്തമാക്കി എന്നുള്ള വാർത്ത ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഏപ്രിൽ 4 ദിവസം കഴിഞ്ഞാൽ ഏപ്രിൽ 6-ാം തീയതി പുറത്തു വന്നു. 4 ദിവസം മുമ്പാണ് ഭാസ്കരനോട് നമ്മൾ ആ സാധനം നമ്മുടെ മീഡിയകളിൽ അത്ര വലുതായിട്ടത് വന്നില്ല. പക്ഷെ ലോകത്തെ രാഷ്ട്ര നേതാക്കൾ ഞെട്ടിക്കുന്ന ഒരു വലിയൊരു സന്ദേശമായിരുന്നു. കാരണം നാളെ ലോകത്തിന്റെ ഊർജ രംഗത്തെ ഭാരതം നിയന്ത്രിക്കും എന്നുള്ള വൻ പ്രഖ്യാപനമാണ് അതിലൂടെ കൽപ്പാക്കത്തിലോ ആണവ റിയാക്ടറിലൂടെ വന്നത്. അത് ഈ മഹാബലിപുരത്തുള്ള ഇതാണ്. ആ കൽപ്പാക്ക ആണവ റിയാക്ടറിലൂടെ നമ്മൾ ലോകത്തോട് കൊടുക്കുന്ന സന്ദേശമുണ്ട്, ഇനി ഊർജ രംഗത്ത് ഞങ്ങളാണ് രാജാക്കന്മാർ. ഇപ്പൊ ഓയിൽ വെച്ച് പലരും കളിക്കുമ്പോൾ നാളെ ഞങ്ങൾ ചില കാര്യങ്ങളെ കുറിച്ച് കളിക്കാൻ പോവുകയാണെന്ന് ലോകത്തിലെ 2ാമത്തെ രാജ്യം റഷ്യ കഴിഞ്ഞിട്ട് എന്താ US-നോ ഫ്രാൻസിനോ ജർമ്മനിക്കോ ശ്രമിക്കാഞ്ഞിട്ടല്ല, അവര് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അതിനുവേണ്ടി എത്രയോ കോടിക്കണക്കിന് പണങ്ങൾ അവർ ചെലവാക്കുന്നുണ്ട്, വിജയിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ വിജയിച്ചു. അത് ഏറ്റവും വലിയ പ്രഖ്യാപനമാണ്. ശരിക്കും പറയുക നമ്മുടെ പേപ്പറുകളിലോ ഫസ്റ്റ് ന്യൂസായിട്ട് വരുന്ന ഹെഡിങ് വെച്ച് തങ്കല് വീള്ള എഴുതേണ്ട ന്യൂസാണ് അത്. പക്ഷെ എത്ര പേര് അത് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കണ്ടില്ല. അല്ല, പല പല ഓൺലൈൻ മീഡിയയിലൂടെ ഒക്കെ വന്നിട്ടുണ്ട്. ഓൺലൈൻ മീഡിയയിലൊക്കെ കൂടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മീഡിയ ഇതിനെ കുറിച്ചൊരു സ്റ്റോറി ചെയ്യുന്നുണ്ട്. 19-ാം തീയതി അത് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊക്കെയാണ് നാഷണൽ പ്രൈഡ്, നമ്മുടെ രാജ്യത്തിന് അഭിമാനിക്കാവുന്ന കാര്യം. അത്രയും വലിയൊരു ന്യൂസ് നമ്മൾ ആ ലോകത്തിന് കൊടുത്തൊരു സ്ഥലമാണ് ഇത്. എനിക്കിത് പറഞ്ഞാൽ ഭഗവാന്റെ ഡയറക്ഷൻ, ഞാൻ ഏപ്രിൽ 1-ാം തീയതി പോയിട്ട് 1-ാം തീയതി വൈകിട്ട് 2-ാം തീയതി പോയിട്ട് അവിടെ ഭഗവാന്റെ തീർത്ഥം, പഴനിയിലത്തെ തീർത്ഥം പൂജിച്ച തീർത്ഥം ഞാൻ അവിടെ കൊണ്ട് ഒഴിച്ചതാണ്. എന്നോട് ഭാസ്കർ ചോദിക്കുകയും ചെയ്തു ആ ബിൽഡിംഗ് കാണിച്ചിട്ട്, ഇതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഞാൻ എനിക്കറിയില്ല, എനിക്കറിയില്ല. പക്ഷെ ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കണേന് തൊടുക്കുമ്പോൾ ഒന്ന് കൊള്ളുമ്പോൾ ആ രീതിയിലാണ് അത് ഏത് രീതിയിലും ഭാരതത്തിന് പവർഫുൾ ആവും. അപ്പോൾ അത്രയൊരു സന്തോഷം കൂടി ഈ യാത്രയിൽ ഉണ്ട്. ഇനി നമ്മൾ അഗ്നിമഹായാഗത്തിലേക്ക് പോവാണ്. അന്ന് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ പലരും വിചാരിക്കും എൻ്റെ ഞാൻ ഇത് ചെയ്യാം. അതല്ല, ഭഗവാൻ പറഞ്ഞു തന്ന കാര്യം ഞാൻ പറയണം, അത്രയുള്ളൂ. അത് എന്നും പറയട്ടെ, എപ്പോഴും പറയുന്നുണ്ട്. ഈ ഒരു കൊല്ലത്തിനുള്ളിൽ ലോകത്തിന് ജിയോ പൊളിറ്റിക്സ് കലങ്ങി മറിയും, കുഴഞ്ഞു മറിയും. അതിന്ന് മെയ് 1-ന് ശേഷം ഒരു തെളി പുറത്തു വരും. ആരും ഭാരതം പവർഫുൾ ആയിരിക്കും എന്ന് ഞാൻ ആ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം ലോകത്തെ ജിയോ പൊളിറ്റിക്സ് എന്ത് ചെയ്യണം എന്നറിയാതെ കുഴഞ്ഞ് മറിഞ്ഞിരിക്കുക. ഇറാൻ അമേരിക്ക യുദ്ധം, ഇസ്രായേലായിട്ടുള്ളത്, ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ അതിൽ പെട്ടു. ഹോർമൂസ് കടലെടുക്കിന്റെ ഇത്. പക്ഷെ ഈ സമയത്തൊക്കെ നമ്മളവിടേക്ക് എണ്ണയും വരുന്നുണ്ട്, ഗ്യാസും വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇസ്രായേലിലെ പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിച്ചിട്ട് വന്നാലും ഇറാനിലെ പ്രസിഡന്റ് നമ്മൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കുള്ളൂ. അങ്ങനെയാണ് സംഭവം പോണത്. പക്ഷെ ഇപ്പോ കുറെ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഭാരതം ഇത്രയും ബന്ധമുണ്ടായിട്ടും, ഇസ്രായേൽ പ്രസിഡന്റായിട്ട് അത്രയും ബന്ധമുണ്ട്, ഇറാനിലെ ആൾക്കാർ അത്രയും ബന്ധമുണ്ട്, അമേരിക്ക ബന്ധമുണ്ട്, എന്തുകൊണ്ട് ഇതിൽ മധ്യസ്ഥത ഒരു നയതന്ത്ര ഇടപെടൽ വരുന്നില്ല?
അത് അപ്പുറത്ത് പാകിസ്ഥാൻ ഓടി നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ആ. വെപ്രാളം കാണിച്ച് നാണം പക്ഷെ കെടണമുണ്ട്. ഒന്നുമില്ല. നാണം അതെ. കെടണമുണ്ട്. പക്ഷെ പ്രധാന ചോദ്യമായിട്ട് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഇന്ത്യ എന്തുകൊണ്ട് ഇടപെടരുത്? മെയ് 1 വരെ ഇന്ത്യ ഇതിൽ ഇടപെടരുത്. കാരണം ഈ മെയ് 1 വരെ ഇന്ത്യക്ക് എന്തും സംഭവിക്കാനുള്ള സമയമാണ്. അതൊക്കെ വേറെ സ്ഥലത്ത് പോയി സംഭവിക്കണമെന്ന് പറഞ്ഞാൽ ആശ്വസിച്ചിരിക്കുകയാണ് ബെസ്റ്റ്. അതെ. വെറുതെ പറയണമെന്നല്ല, ഇതൊക്കെ ഇവിടെ സംഭവിക്കാണ്, വേറെ സ്ഥലത്ത് സംഭവിക്കണു എന്ന് ആശ്വസിച്ചിരിക്കുകയാണ് ബെസ്റ്റ്. നമ്മൾ ഒരിക്കലും അതിൽ പോയി ഒരു മൂമെന്റ് ഉണ്ടാവരുത്. തൊടാണ്ട് മാറി നിൽക്കണം. ഞാൻ മനസ്സിലാക്കിയത് മോദിജി അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് തൊടാണ്ട് മാറി നിൽക്കണേ. നമുക്കറിയാം മോദിജി അടുത്തും കൂടി സർവേഫലം വന്നപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജനപ്രീതിയുള്ള നായകനാന്നൊരു സർവേഫലം വന്നിട്ടുണ്ട്, ഈ അടുത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും ഒരു അവസരം കിട്ടിയാൽ, അതായത് നമ്മൾ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ സ്ഥലത്ത് ക്രിയേറ്റീവ് ഇടപെടുന്ന ആളാണ്. പക്ഷെ ഈ സമയത്ത് വളരെ നിശബ്ദമായിട്ട് ബാക്കിലേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ സൈഡ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അദ്ദേഹം ആക്ട് ചെയ്യാണ്ട് മാറി നിൽക്കുന്നത്. ഒരിക്കലും ആക്ട് ചെയ്യാൻ പാടില്ല മെയ് 1 വരെ. മെയ് 1 വരെ തൊടരുത്. അതിൽ നമ്മൾ മാറി നിൽക്കണം. തൊട്ട് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നും വരുന്നില്ല. തൊട്ട് കഴിഞ്ഞാൽ അത് ഭാരതത്തിലെ പ്രശ്നമാണ്. ഒരിക്കലും തുടരുത്. മെയ് 1 കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ വേറൊരു സൈഡ് കാണാൻ പറ്റും. നമ്മുടെ ഈ അഗ്നിയാഗം വരണവരെ, മഹായാഗം നടക്കുന്നവരെ ഭാരതം തൊടരുത്. അതിൽ തൊടാണ്ട് മാറി നിൽക്കണതാണ് ഇപ്പോൾ ഭാരതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വഴി. അപ്പോൾ അവ സഹായിച്ചിട്ട് മോദിജി അത് തന്നെയാണ് ചെയ്യണത്. അത് അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ചെയ്യണത് എന്നാണ് വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും ബന്ധങ്ങളുണ്ടായിട്ട് ഭാരതം അതിൽ ഇടപെടാണ്ടിരിക്കില്ല. ഭാരതത്തിന് പേര് കിട്ടുന്ന സമയമാണ്. പക്ഷെ അത് ഇടപെടാണ്ടിരിക്കുന്നെങ്കിൽ ഈ ഒറ്റ കാര്യങ്ങൾ തന്നെയാണ്. അവിടെ ഇടപെടാൻ പാടില്ല. GCCയിലെ സ്ഥാനപതികൾ വരെ പറഞ്ഞു, ഇടപെട്ടാൽ ഒരു വിളി വിളിച്ചാൽ തീർന്നു. പലരും പറഞ്ഞു. ഇറാനിലത്തെ ആൾക്കാർ പറഞ്ഞു, ഇവിടുത്തെ ആളില്ലേ അംബാസഡർ പറഞ്ഞു, ഭാരതം വിചാരിച്ച യുദ്ധം നടക്കും. GCCയിലെ രാജ്യങ്ങൾ പറഞ്ഞു ഒരു ഫോൺ കോളിൽ നിൽക്കുന്നു. പക്ഷെ ഭാരതം തുടരുത്. മെയ് 1 വരെ തുടരുത്. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യത്തിലാണ് ഞാൻ പറയണത്. തൊട്ട് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാകും. തൊടാണ്ട് മാറിക്കിടന്നത് ഭാരതത്തിന് ഏറ്റവും പെർഫെക്റ്റ്. അതുകൊണ്ട് ഭാരതത്തിന് ഒരു ദോഷം ഉണ്ടാവുന്നില്ല. പക്ഷെ മെയ് 1 യാഗത്തിന് ശേഷം ചിലപ്പോൾ ഇതാവില്ല, വേറൊരു രീതിയിലേക്ക് മാറാം. അത് ഭാരതത്തിന് പവറാവും. അപ്പം ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, മെയ് 1 യാഗത്തിന് ശേഷം, ഞാൻ വീണ്ടും പറയുന്നു, ഭാരതം ലോകത്തെ നിയന്ത്രിക്കും. അതാണ് മെയ് 1 ശേഷം ഉണ്ടായ അത്ഭുതം നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. അതിനാണ് ഈ മെയ് 1 സിക്കിമിലുള്ള മുരുകഭഗവാന്റെ അനുഗ്രഹത്താൽ നടത്തുന്ന മഹാ അഗ്നിയാഗം.